ചോദിച്ചാൽ നമ്മുടെ അമ്മയുടെ തിരുനാളാണ്. അമ്മ എന്ന ഒരു വാക്ക് തന്നെ നമുക്കെല്ലാവർക്കും ഹൃദ്യതയുള്ളൊരു വാക്കാണ്. അമ്മ എന്ന ഓർമ്മകൾ നമ്മളെ ചിലപ്പോഴൊക്കെ ഇവനണിയിപ്പിക്കാറുണ്ട്. അമ്മ എന്ന ഓർമ്മ ചിലപ്പോഴൊക്കെ നമ്മുടെ സങ്കടങ്ങളിൽ നമുക്ക് കരുത്താകാറുണ്ട്. അമ്മ എന്ന ഓർമ്മ ചിലപ്പോഴൊക്കെ നമ്മുടെ വീഴ്ചകളിൽ പിടിച്ചു നിൽക്കുവാൻ നമുക്ക് ശക്തിയാവാറുണ്ട്. അപ്പോൾ അമ്മ എന്തുകൊണ്ടും നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുക എന്നതും അമ്മയെ സ്നേഹിക്കുന്ന മക്കൾക്ക് അത് ഹൃദ്യതയുള്ള ഒരു ദിവസമാണ്. അപ്പോൾ ഓഗസ്റ്റ് 15 പരിശുദ്ധ ദൈവമാതാവിന്റെ സ്വർഗാരോഹണ തിരുനാളിനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. അമ്മയുടെ തിരുനാളിന് അത്രയേറെ ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. കാരണം അവൾ നമ്മുടെ ജീവിതത്തിന്റെ അഭിവാജ്യ ഘടകം തന്നെയാണ്. പരിശുദ്ധ കന്യകാമറിയം എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായി മാറുക? ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് 2-ാം അധ്യായം 35-ാം തിരുവചനം. യേശുവിനെ കൊണ്ട് കാഴ്ചയർപ്പിക്കുവാനായിട്ട് അല്ലെങ്കിൽ പരിശുദ്ധ കർമ്മങ്ങളൊക്കെ നിർവഹിക്കുവാനായി ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ യേശുവിനെ നോക്കിക്കൊണ്ട് പറയുന്ന വാക്കുകൾ മറിയത്തിന്റെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറുന്നതാണ്. ഇവൻ പലരുടെയും ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും കാരണമാകും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പറഞ്ഞു വെക്കുകയാണ് മറിയത്തോട്, മറിയമേ, നിന്റെ ഹൃദയത്തിലൂടെ വാൾ കടന്നു പോകും. അത് നിന്റെ ഹൃദയത്തെ കൃത്യമായി ഭേദിക്കും. ഇത് ആദ്യമേ തന്നെ മറിയത്തിന് കൊടുക്കുന്ന ഒരു അവബോധമാണ്. നീ ഇന്നു മുതൽ നടന്നു നീങ്ങേണ്ട വഴികൾ സാധാരണ വഴികളല്ല. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി അസാധാരണമായ ഒരു വഴിയിലൂടെ നീ നടന്നു നീങ്ങേണ്ടതുണ്ട് എന്നുള്ളൊരു ബോധ്യം പരിശുദ്ധ കന്യകാമറിയത്തിന് കൊടുത്തിട്ട് മറിയം പിന്നോട്ട് പോകുന്നതല്ല, ദൈവം പറഞ്ഞത് കേട്ട് ദൈവത്തിന്റെ വാക്കനുസരിച്ച് മുറിവേറ്റവളായി തകർന്നവളായി നിലകൊള്ളുകയല്ല, മറിച്ച് കരുത്തോടുകൂടി ക്രിസ്തുവിന്റെ വഴികളിൽ, ക്രിസ്തുവിന്റെ നാളുകളിൽ, അവൻ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ അവൻ കൂടെയും അവന്റെ കുരിശിന്റെ വഴിയിൽ അവന് ശക്തിയായി അവന്റെ പിന്നാലെയും അവന്റെ മരണശേഷം അവന്റെ ശിക്ഷകണത്തിന്റെ കൂടെ ശക്തിയായി അവൾ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ കന്യകാമറിയം വിശ്വാസികൾക്ക് ശക്തി പകരുന്ന, നമ്മുടെ വിശ്വാസ യാത്രയ്ക്ക് കരുത്തേകുന്നവൾ തന്നെയാണ്. അതുകൊണ്ട് മറിയത്തിന്റെ കരം പിടിച്ച് നമ്മൾ മുൻപോട്ട് പോയാൽ നമ്മൾ വീണു പോവുകയില്ല. അതുപോലെ തന്നെ ആദ്യമേ ഞാൻ തുടങ്ങിയതുപോലെ മറിയം നമ്മുടെ അമ്മയാണ്. ഈ അമ്മ എന്ന വികാരം നമ്മളിലേക്ക് കൊണ്ടുവരുന്ന സകല ഓർമ്മകളും പരിശുദ്ധ കന്യാമറിയത്തിലേക്ക് പ്രവേശിപ്പിക്കുവാനും അവളിലൂടെ സ്വർഗ്ഗപിതാവിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളതൊക്കെ നേടിയെടുക്കുവാനും നമുക്ക് സാധിക്കും. പരിശുദ്ധ കന്യകാമറിയം ധീരതയുള്ളവളാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? ഞാൻ പറഞ്ഞു, നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കടക്കും എന്ന് ശിമയോൻ പ്രവചിച്ചിട്ട് ഇതിനെ ദൈവത്തിന്റെ വാക്കായി അവൾ സ്വീകരിച്ചതിൽ വിധേയപ്പെട്ട് സഹനങ്ങളെയും വേദനകളെയും തന്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് കരുത്തോടുകൂടി പരിശുദ്ധ കന്യകാമറിയം നീങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ അവൾ ധീരതയുള്ളവളാണ് എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ പ്രതികൂല സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും ദൈവത്തിന്റെ വാക്കിന് ചെവി കൊടുത്ത് അവൾ മുൻപോട്ട് പോവുകയാണ്. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പരിശുദ്ധ കന്യകാമറിയം ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെ സമർപ്പണം ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവിതത്തിന്റെ അന്ത്യം വരെ, ഈ ലോക ജീവിതത്തിൽ അവൾ ആയിരുന്ന കാലം അത്രയും ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പണം ചെയ്ത് ജീവിച്ചു. നമുക്കും നമ്മുടെ ഈ ഒരു തിരുനാളിനായി ഒരുങ്ങുമ്പോൾ പരിശുദ്ധ കന്യകാമറിയം നമ്മെ ബോധിപ്പിക്കുന്ന കാര്യം ഇതാണ്. തീർച്ചയായും പ്രതികൂലതകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം, പ്രതിസന്ധികൾ കടന്നു വരാം, വീണുപോയേക്കാം, മുറിവേറ്റപ്പെട്ടേക്കാം, സഹോദരനും സഹോദരിയും വീട്ടുകാരും ഒക്കെ നമ്മളെ തള്ളിപ്പറഞ്ഞേക്കാം, നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ വിശ്വാസ സമൂഹം പോലും നമ്മളെ തള്ളിപ്പറഞ്ഞേക്കാം. പക്ഷേ കർത്താവ് എന്റെ കരം പിടിച്ചിട്ടുണ്ട്. ശിവപ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്, ഞാനാവുന്നു നിന്റെ കർത്താവ്, ഞാൻ നിന്റെ കരം പിടിച്ചിരിക്കുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും.
ഈ അത്യുന്നതന്റെ വാക്കുകളിൽ വിശ്വസിച്ച് മുൻപോട്ട് പോകുവാൻ പരിശുദ്ധ കന്യകാമറിയം നമുക്ക് കാരണമാകട്ടെ, ശക്തിയാവട്ടെ. അതുപോലെ തന്നെ പോലെ ധീരതയോടെ പ്രതികൂലതകളിൽ കർത്താവിന് വിധേയപ്പെട്ട് ജീവിക്കുവാൻ നമ്മെ ദൈവം അനുഗ്രഹം നൽകുവാൻ ഈ മാതാവ് പരിശുദ്ധ കന്യകാമറിയം നമുക്ക് മാതൃകയാകട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തെ കുറിച്ച് സ്വർഗം പറയുന്ന ഒരു വാക്ക്, അവൾ കൃപ നിറഞ്ഞവളാണ്. അതുകൊണ്ട് തന്നെയാണ് ദൂതൻ ഇവിടെ അഭിസംബോധന ചെയ്യുന്നത്, കൃപ നിറഞ്ഞ മറിയമേ. അപ്പോൾ നമ്മുടെ ഈ ജീവിതത്തിൽ സകല പ്രതികൂലതകളെയും അനുകൂല സാഹചര്യങ്ങളാക്കി മാറ്റുവാൻ, വേദനകളിൽ തളരാതെ മുമ്പോട്ട് പോകുവാൻ സഭ നമ്മിൽ ആവശ്യപ്പെടുന്നത്, സ്വർഗം നമ്മിൽ ആവശ്യപ്പെടുന്നത് കൃപയുടെ നിറമുള്ള ഒരു ജീവിതം നയിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഈ പരിശുദ്ധ കന്യകാമറിയത്തോട് പ്രാർത്ഥിക്കാം. കൃപയുടെ നിറവോടെ ദൈവത്തിന്റെ വിജയപ്പെട്ട് പ്രതികൂലതകളിൽ തളരാതെ ശക്തിയോടെ മുമ്പോട്ട് നീങ്ങുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.